ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന ഒരു ജെറ്റ് കോംബോ ഓഫറാണ്. ഇപ്പോൾ ജെറ്റ് ലൈറ്ററും അതേപോലെ തന്നെ ഒരു ബട്ടൺ ഗ്യാസ് നമുക്ക് മീഷോ എന്നാണ് വാങ്ങിയത്. 360 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ അത് 225 ഗ്രാം വരുന്ന ഒരു ബട്ടൺ ഗ്യാസും അതേപോലെ തന്നെ ഇതുപോലത്തെ ഒരു ജെറ്റ്. അപ്പോൾ ജെറ്റ് ഫ്ലെയിം പറഞ്ഞാൽ ഈ ഒരു കോപ്പറിൻ്റെ ഇതിൽ അടിപൊളി ഫ്ലെയിമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ലോക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവില്ല, പ്രസ് ഒന്നും ആവില്ല. അപ്പോൾ ഇത് മുന്നോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവുകയും അതേപോലെ തന്നെ ഇത് ഗ്യാസിന്റെ ഈ ഒരു ജെറ്റിന്റെ ഫ്ലെയിം കൂട്ടാൻ ഇപ്പോൾ ഏറ്റവും മാക്സിമം കുറഞ്ഞ ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും കത്തിക്കാനൊക്കെ നല്ല പവറിൽ കത്തിക്കണമെങ്കിൽ നമുക്ക് ഫ്ലെയിം കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് പേപ്പർ അതേപോലെ തന്നെ മെഴുകുതിരി അതേപോലെ തന്നെ പലതരം ഉപയോഗത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ പച്ച ലീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പവർ കൂട്ടിയിട്ട് ഇവിടെ കാണാം. ഈ ഒരു പച്ച ഇലയാണ് ഇത്രയും ഇതിൽ കത്തിക്കുന്നത്, അത്രയും പവർഫുൾ ആയിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ സാധാരണ മെഴുകുതിരി ഞങ്ങൾക്ക് പെട്ടെന്നൊക്കെ കത്താത്ത തിരിയൊക്കെ പുതിയതാണെങ്കിൽ നമുക്ക് കത്തി തിരി വന്ന് ഇതുപോലെ കറക്റ്റ് ഇതിൽ ഉരുക്കിയെടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ ഒരു റബ്ബറിന്റെ സ്റ്റാൻഡും പാട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് നിലത്ത് ഇങ്ങനെ വെക്കണമെങ്കിൽ ഈസി ആയിട്ട് വെക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ നമുക്ക് റീചാർജ് ചെയ്യാം, അതായത് ഗ്യാസ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഇത് ഫ്രീ ആയിട്ട് 225 ഇത് തന്നെ കുറച്ച് കൂടുതലായി യൂസ് ചെയ്യുക. അപ്പോൾ ഇത്ര തന്നെ ഉണ്ട്, കുറച്ച് ഉപയോഗിച്ചിട്ടും ഇത്രയും തീർന്നിട്ടില്ല. അപ്പോൾ ഇത് നിറയ്ക്കേണ്ട വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിറയ്ക്കുന്ന സമയത്ത് ഈ ഒരു ലൈറ്റർ നമ്മൾ താഴെ ഭാഗത്താണ് വെക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ബട്ടൺ ഗ്യാസ് നമ്മൾ താഴെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇടുക. അപ്പോൾ മാക്സിമം ഇതിൽ തീർന്നിട്ട് ചെയ്യുന്നത് നല്ല. അപ്പം ഗ്യാസ് ചെറിയ നഷ്ടം വരും. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഫുള്ള് തീർന്നിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ലെഡ്, നമ്മൾ ഇതുപോലത്തെ ലെഡൊക്കെ നമ്മൾ എവിടെയെങ്കിലും നല്ല സ്ട്രോങ് ആയ സ്ഥലത്തൊക്കെ ഉരുക്കണമെങ്കിലൊക്കെ ഇത് തന്നെ മതി. അപ്പം നമുക്ക് ഇത് കാണാം. അപ്പൊ ഈ ഒരു ലെഡൊക്കെ നമ്മൾ കറക്റ്റ് ഒരു സ്ഥലത്ത് ഉരുക്കണമെങ്കിൽ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ ചൂടാക്കിയിരിക്കും പോലെ. അതേപോലെ തന്നെ നമുക്ക് സ്വർണ്ണപ്പണിക്കാർക്കൊക്കെ ഈ സ്വർണ്ണം ഒന്ന് കത്തിച്ച് നോക്കാനൊക്കെ ഈ ഉരുക്കി ഇതിന്റെ മണ്ണും ഇതൊക്കെ പോക്കാനും ഉപയോഗിക്കാനും ഇതുപോലൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഈ ലെഡ് നമുക്ക് കാണാൻ വേണ്ട സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഉരുക്കി കൊടുത്താൽ മതി. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പൊ അത്രയും സ്ട്രോങ്ങിൽ നമുക്ക് കണ്ടോ ഈ കാണുന്ന പോലെ ഉരുക്കി കിട്ടും, അത്രയും സ്ട്രോങ്ങിൽ. അപ്പോൾ നമ്മൾ ചൂടാക്കിയതനുസരിച്ച് പാത്രം വരെ ചൂടായി. അപ്പോൾ നമ്മൾ ലെഡ് വെക്കുന്നതനുസരിച്ച് കാണാം ഇതിവിടെ ഉരുകി പിടിച്ചു വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹോട്ട് ഗണ്ണില്ലേ, ഇത് കറണ്ടിൽ വർക്ക് ചെയ്യിക്കുന്നത്, ഇതിന്റെ സ്റ്റിക്ക് ഉണ്ട്. ഈ ഒരു സ്റ്റിക്ക് നമ്മൾ ജസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് അവിടെ അപ്ലൈ ചെയ്തും അതുപോലെ നമുക്ക് ഉരുക്കിയെടുക്കാം. ഇതേപോലെ വേണ്ട സ്ഥലത്ത് ഉരുക്കിയിട്ട് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാം. എവിടെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉരുക്കിയിട്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ അതുപോലെ നമ്മളെ സാധാരണ അടുപ്പിൽ കത്തിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഗ്യാസിന്റെ ലൈറ്റർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പേപ്പറൊക്കെ നമ്മൾ സാധാരണ ലൈറ്റർ കൊണ്ട് പെട്ടെന്ന് കത്തി പിടിക്കുക. അപ്പോൾ ഈ ഒരു ജെറ്റിന്റെ സ്പീഡ് കൂട്ടിയിട്ടിട്ട് ഇതുപോലത്തെ കത്താത്ത പേപ്പറിലേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കത്തി പിടിക്കും. അപ്പോൾ അത്രയും പവർഫുൾ ആണ്. അപ്പോൾ ഇത്രയും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഗ്യാസ് നമുക്ക് കൂടുതൽ. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലുള്ള ഇതുപോലത്തെ ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ ചെറിയ തോതിൽ നമുക്കൊരു പാത്രം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കണമെങ്കിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ടെമ്പറേച്ചർ ഒക്കെ ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു മാക്സിമം ഈ ഇത് ചെയ്യുന്ന കയ്യിൽ നിന്നും മാക്സിമം തൊടാത്ത വിധത്തിൽ വേണം ചെയ്യാൻ, അത്രയും അപകടകാരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലെയിം നമ്മൾ ഓണാക്കി ചൂടാക്കി ഈ ഫ്രണ്ടിലൂടെ തൊടാം. ഇവിടെ കാണുന്ന ഈ ഒരു കോപ്പറിന്റെ അവിടെ നല്ല ഹീറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു പ്ലാസ്റ്റിക് പോലെ ഒരു ഇതുണ്ട് കത്തി പിടിക്കാത്ത ഇതിൽ, അവിടെ നമ്മൾ ചെറിയ തോതിൽ ചൂടുണ്ട്. മാക്സിമം ഉള്ളിലേക്ക് തൊടാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ഇതും നമ്മുടെ ഗ്യാസിന്റെ ഇത് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റർ പോലെ തന്നെയാണ് ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് വരും. അതേപോലെ തന്നെ ഇഗ്നീഷ്യം വർക്ക് ചെയ്യുന്ന സമയത്താണ് കുത്തി പിടിക്കുന്നത്. അപ്പോൾ അത്രയും പവർഫുൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ നേരെ പിടിക്കാതിരിക്കുക, നമുക്ക് മേലേക്കൊന്നും, അത്രയും പവർഫുൾ ആണ്.
പിന്നെ അതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ എവിടെയെങ്കിലും പൊട്ടിപ്പോയതൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇതൊന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു എഡ്ജിൽ നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അവിടെ ഉരുക്കി കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഇങ്ങനെ ഹോള് പോലെയൊക്കെ ഇടണമെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ഹോൾ ഇടണമെങ്കിലൊക്കെ ഇതുപോലെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചെറിയൊരു കമ്പിയൊക്കെ എടുത്ത് ആക്കിയിട്ട് അത്രയും പവർഫുൾ ആണ് ഇതിന്റെ ഈ ഒരു എഫക്റ്റ് വരുന്നത്, ഇതിന്റെ ഫയറിന്റെ എഫക്റ്റ്. അപ്പോൾ നമ്മളിത് ഇതുപോലൊരു ഇതിലേക്ക് നമ്മൾ ചെറിയൊരു ഹീറ്റ് അപ്ലൈ ചെയ്യാം. ചെറിയൊരു ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കമ്പി അങ്ങ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഹീറ്റ് ആക്കുക. ജസ്റ്റ് അപ്പോൾ എന്തെങ്കിലും കമ്പിയായി ഇത് ചെറിയ പ്ലാസ്റ്റിക് ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ കാണാം ഇതുപോലെ ഒരു കറക്റ്റ് ഹോളായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ സ്വിച്ച് കണക്ട് ചെയ്യാനൊക്കെ നമ്മൾ ചെറിയ ഹോള് വേണമെങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് കറക്റ്റ് ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സ്വിച്ച് ഇതിൽ കണക്ട് ചെയ്യാം. അങ്ങനത്തെ പ്ലാസ്റ്റിക് അതൊക്കെ പിന്നെ വയറിങ്ങിൻ്റെ കോബോക്സ് ഒക്കെ ഹോൾ ചെയ്യണമെങ്കിലൊക്കെ ഇതുപോലെ ചെയ്യാം. കറക്റ്റ് ചെറിയൊരു അപ്ലൈ കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ആ വട്ടം വേണ്ട വിധത്തിലുള്ളത് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് മീഷോയിൽ 360 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ കോംബോ ഓഫറിന് വരുന്നത്. അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ.